ഹായ് ഗീസ്, ഇതിപ്പോൾ നമ്മുടെ ഒരു ഹോം മെയ്ഡ് ഫിഷ് ഫീഡാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈറുലിന പൗഡർ ഉണ്ട്, മുട്ടയുണ്ട്, പിന്നെ ക്യാരറ്റ്, വെളുത്തുള്ളി, ഗ്രീൻ പീസ് ഇതൊക്കെ കൂടെ നമ്മൾ നല്ലോണം മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആ സമയത്ത് തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെയിലത്ത് വെച്ച് ഉണക്കി ഡ്രൈ ആക്കിയിട്ട് പെല്ലറ്റ് പോലെ ചെറുതായിട്ട് പൊടിച്ച് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫുൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇതിൻ്റെ ഫിഷിൻ്റെ ദഹനത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഗാർലിക് ആണെങ്കിലും അതെ. സ്പൈറുലിന പൗഡർ പൊതുവേ നമുക്ക് കളർ എൻഹാൻസ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ മുട്ട അറിയാലോ, പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ ഫിഷിൻ്റെ മസിൽ സൈസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ക്യാരറ്റ് എന്ന് പറയുന്ന കരോട്ടിനോയിഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇച്ചിരി കളർ കയറാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ്, അതായത് സിങ്കോവിറ്റ്, അതൊരു നല്ല വൈറ്റമിൻ സപ്ലിമെൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ചീര ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ നല്ല പ്രീമിയം പെല്ലറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഗ്രൈൻഡ് ചെയ്ത് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ഫീഡായിട്ട് കൊടുക്കാം. അപ്പോൾ ഗോൾഡ് ഫിഷൊക്കെ നല്ലോണം പിക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സമയത്ത് കുറച്ചേ ഫീഡ് ചെയ്തുള്ളൂ. ബാക്കി എടുത്തിട്ട് ഞാൻ ഉണക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. അപ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തത് കൊടുക്കും. കാരണം നല്ലൊരു പ്രോട്ടീൻ കണ്ടൻറ്റും അതുപോലെ കളർ എൻഹാൻസിങ് ഹെൽപ്പിങ് ചെയ്യുന്ന ഒരു ഫീഡ് തന്നെയാണിത്. ഇതിപ്പോൾ സോട്ടയിലിന് ഫീഡ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അവരും നല്ലോണം ഫുഡ് പിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഫിഷസ് പൊതുവേ ഒരു അകൽച്ച കാണിക്കും നമ്മൾ ഏത് ഫുഡ് കൊടുത്താലും. പക്ഷേ ഇവിടെ അങ്ങനെ കണ്ടില്ല. ഇവർ ആദ്യമേ തന്നെ നല്ലോണം പിക്ക് ചെയ്തു. പിന്നെ അതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്, നമ്മൾ എന്ത് ഫീഡിങ്ങിന് ഉണ്ടാക്കുമ്പോഴും ഒരു ചെമ്മീൻ ഇതിനോടൊപ്പം വെച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്മെല്ല് ഇവർക്കൊക്കെ പെട്ടെന്ന് കിട്ടും. ഫിഷിന് പൊതുവേ ഇഷ്ടമുള്ള ഒരു സ്മെല്ലാണ് ഈ പ്രോൺസിൻ്റെയൊക്കെ. അപ്പോൾ അതുകൂടെ ചേർക്കുകയാണെങ്കിൽ ഇവർ ആ ഫീഡ് പെട്ടെന്ന് തന്നെ ക്വിക്ക്ലി അത് കഴിച്ചോളും. അപ്പോൾ ഇതുപോലുള്ള പല ടൈപ്പ് ഹോം മെയ്ഡ് ഫീഡ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് നോക്കുന്ന ചിലവൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. എന്നതിലുപരി നമുക്ക് നല്ല ഫീഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നല്ല പ്രോട്ടീൻ ഉള്ളത്, നല്ല കളർ എൻഹാൻസ് ചെയ്യുന്നതായിട്ടുള്ള. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ചാനൽ വരുന്നതാണ്. ചാനൽ കാണാത്തുണ്ടെങ്കിൽ കയറി നോക്കുക. ഗ്രീൻ പീസ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 2 ആഴ്ചയിൽ ഒരിക്കലും ഫിഷിന് കുറച്ചെങ്കിലും ഗ്രീൻ പീസ് ഫീഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് ഫിഷിന് പൊതുവേ ഡക്ക് വീഡ്, അസോളയൊക്കെ ഭയങ്കര ദഹനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കുക. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക.